പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി അടച്ചതിനെ തുടർന്ന് അവശ്യ വസ്തുക്കളുടെ വില കുതിച്ചുയരുകയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ ഈ മാസം ഇരു രാജ്യങ്ങളിലും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളെ തുടർന്ന് പാക് അഫ്ഗാനിസ്ഥാൻ അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ്. അതിർത്തി അടച്ചതുമൂലം അവശ്യ വസ്തുക്കളുടെ വില കുത്തനെ കൂടി. പാകിസ്ഥാനിൽ തക്കാളിയുടെ വില 400% വർദ്ധിച്ച് കിലോഗ്രാമിന് ഏകദേശം 600 രൂപയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന ആപ്പിളിന്റെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. മറ്റ് പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ക്ഷാമം നേരിടുന്നു. ഇരുവശങ്ങളിലുമായി കുടുങ്ങിക്കിടക്കുന്ന ഏകദേശം 5000 കണ്ടെയ്നർ ചരക്കുകൾ ഉണ്ട് എന്നാണ് കണക്ക്. ഇത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള $2.3 ബില്യൺ വാർഷിക വ്യാപാരത്തെ തടസ്സപ്പെടുത്തി. വ്യാപാര തടസ്സം കാരണം ഓരോ ദിവസവും ഇരു രാജ്യങ്ങൾക്കും ഏകദേശം $1 മില്യൺ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കപ്പെടുന്നത്. പാക് അഫ്ഗാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റുമുട്ടലുകൾക്ക് ശേഷം തുർക്കി, ഖത്തർ എന്നിവയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിലുണ്ട് എങ്കിലും അതിർത്തി വഴിയുള്ള വ്യാപാരം ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. ഭക്ഷ്യവസ്തുക്കൾ, ധാതുക്കൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ വിനിമയമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ നടന്നുവെങ്കിലും ഇപ്പോൾ അടിയന്തര വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഒക്ടോബർ ആദ്യവാരം ആരംഭിച്ച സംഘർഷത്തിന് ഇരുഭാഗത്തും സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണങ്ങളും നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ താലിബാൻ സർക്കാർ നിയന്ത്രിക്കുന്നില്ല എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ അഫ്ഗാനിസ്ഥാൻ നിഷേധിച്ചു. വെടിനിർത്തൽ സ്ഥിരമാക്കുന്നതിനും കൂടുതൽ ചർച്ചകൾക്കുമായി ഒക്ടോബർ 25-ന് ഇസ്താംബുളിൽ തുടർ ചർച്ചകൾ നടത്താൻ ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സജീവമായ ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ അതിർത്തിയിലെ പിരിമുറുക്കം പൂർണ്ണമായും അയഞ്ഞിട്ടില്ല. വ്യാപാര തടസ്സം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം പാകിസ്ഥാൻ വാണിജ്യ മന്ത്രാലയം വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല.